ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഷെയർ മാർക്കറ്റിനെ കുറിച്ചാണ്. ഷെയർ മാർക്കറ്റിൽ വരുന്ന ഒരു ബിഗിനർ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, വിവിധ രീതിയിൽ ഷെയർ മാർക്കറ്റിൽ ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് സ്റ്റോക്കുകൾ മേടിച്ചുകൊണ്ട് കുറച്ച് കാലത്തേക്ക് ഹോൾഡ് ചെയ്തുകൊണ്ട് വിൽക്കാനായിട്ട് സാധിക്കും. ഇതിനെ സ്വിംഗ് ട്രേഡ് അല്ലെങ്കിൽ ഷോർട്ട് ടേം ആയിട്ട് നമുക്ക് ട്രേഡ് ചെയ്യാമെന്ന് പറയാം. അതുപോലെ ലോങ് ടേം ആയിക്കൊണ്ട് 1-2 വർഷങ്ങൾക്ക് വേണ്ടി മേടിച്ചുകൊണ്ട് നല്ല പ്രോഫിറ്റ് കിട്ടുന്ന സമയത്ത് വിൽക്കുന്ന രീതിയിൽ ചെയ്യാൻ പറ്റും. അതുപോലെ ഇൻട്രാഡേ ട്രേഡ്, ഒരു ദിവസം മേടിച്ചുകൊണ്ട് അതേ ദിവസം തന്നെ വിൽക്കുന്ന രീതി, അതാണ് ഇൻട്രാഡേ ട്രേഡ് എന്ന് പറയുന്നത്. പ്രകാരം നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഒരു ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു ഷോർട്ട് ടേമിന് ഇൻവെസ്റ്റ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ലോങ് ടേമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, അവർ ഒരു ഷെയറിന് എത്രയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അതിന്റെ ഫുൾ എമൗണ്ട്, എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 2000 റുപ്പീസിന്റെ 100 ഷെയർ ആണ് നമ്മൾ മേടിക്കുന്നെങ്കിൽ 2 ലക്ഷം രൂപ നമ്മൾ അതിനു വേണ്ടി കൊടുക്കേണ്ടതായിട്ട് വരും. എന്നാൽ ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് 2 ലക്ഷത്തിന് വേണ്ടി വരില്ല, മറിച്ച് അതിന്റെ ഡിവൈഡ് ബൈ 5, അതായത് അതിന്റെ മാർജിൻ ഇല്ല എമൗണ്ട് എന്നുള്ള നിലക്ക് ഒരു 40,000 40,000 കൊടുത്താൽ മതിയാവും. എന്നാൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആളെ സംബന്ധിച്ചിടത്തോളം അവർ കമ്പനികളെ നോക്കിക്കൊണ്ട്, കമ്പനിയുടെ ഷെയറുകൾ നോക്കിക്കൊണ്ട് ഫണ്ടമെന്റൽ അനാലിസിസും ടെക്നിക്കൽ അനാലിസിസും ഒക്കെ ചെയ്തതിന് ശേഷം അവര് ആ കമ്പനിയുടെ ഷെയറിന്റെ 100% എമൗണ്ടും കൂടെ അടച്ചതിന് ശേഷമാണ് ഇത് പർച്ചേസ് ചെയ്യുന്നത്. എന്നാൽ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ ഇതൊരു സ്കില്ലാണ്. ഈ സ്കില്ല് നമുക്ക് ഡെവലപ്മെന്റ് ചെയ്തെടുക്കാനായിട്ട് സമയമെടുക്കും. അപ്പൊ നമുക്ക് പെട്ടെന്ന് മാർക്കറ്റിലൂടെ ചെന്നുകൊണ്ട് ഒരു പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു പക്ഷേ നമ്മൾ മാർക്കറ്റിനകത്തേക്ക് വന്ന് ഒരു 1 മന്ത് കൊണ്ടോ അല്ലെങ്കിൽ 2 മന്ത് കൊണ്ടോ നമുക്ക് കുറച്ച് പ്രോഫിറ്റ് ഒക്കെ കിട്ടിയേക്കാം. പക്ഷെ അത് മാർക്കറ്റ് പല സമയങ്ങളിൽ പല പല വ്യത്യാസങ്ങളിലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്നൊന്നും മാർക്കറ്റിനകത്തേക്ക് പ്രോഫിറ്റ് ലഭിക്കാൻ സാധ്യത വളരെ കുറവാണ്. ഒരു ഇൻട്രാഡേ ട്രേഡ് ഒക്കെ ചെയ്യുന്ന ആള് കൃത്യമായ അനാലിസിസ് ചെയ്താൽ പോലും അവിടെ അവർക്ക് അവരുദ്ദേശിച്ച രീതിയിൽ മാർക്കറ്റ് പോയിക്കോണം എന്നില്ല. ചിലപ്പോൾ ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ പോവാം. കാരണം ഈ ഷെയർ മാർക്കറ്റിനകത്ത് ഒരു പ്രോബബിലിറ്റി ഔട്ട്കമാണ് ഉണ്ടാവുന്നത്. ഈ പ്രോബബിലിറ്റി ചില സമയത്ത് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ മാർക്കറ്റ് പോയേക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിരിക്കും പോകുന്നത്. നമുക്ക് സാധാരണ രീതിയിൽ നമ്മളൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 2000 റുപ്പീസാണ് ഷെയറിന്റെ പ്രൈസ് എങ്കിൽ ഒരു 100 ക്വാണ്ടിറ്റി ബൈ ചെയ്യാൻ 2 ലക്ഷം രൂപ നമുക്ക് വേണ്ടതായിട്ട് വരും. എന്നാൽ ഇൻട്രാഡേ ട്രേഡിനകത്ത് മാർജിൻ ഉള്ളത് കൊണ്ട് അത് ചിലപ്പോൾ 40,000 റുപ്പീസ് മതിയാവും. ഇങ്ങനെ നമ്മൾ ഈ എമൗണ്ട് വെച്ച് നമ്മൾ ട്രേഡ് ചെയ്യുമ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് എന്ന് പറയുമ്പോൾ, നമ്മൾ ട്രേഡ് എടുത്തു, നമുക്ക് 10% നമ്മൾ ട്രേഡിനകത്ത് നമ്മൾ സ്റ്റോപ്പ് ലോസ് അല്ലെങ്കിൽ അത്രയും നഷ്ടം നമുക്ക് സഹിക്കാം എന്ന് വെക്കാം. ഇങ്ങനെ വരുമ്പോൾ ഈ 2 ലാഖിന്റെ 10% എന്ന് പറയുന്നത് 20,000 റുപ്പീസ്. ശരിക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ക്യാപിറ്റൽ കൊണ്ട് നമ്മൾ മേടിച്ചിരിക്കുന്ന ഈ എമൗണ്ട്, ഈ 20,000 എന്ന് പറയുന്നത് 40,000ന്റെ ആണ്. അതായത് 50% ഓഫ് ക്യാപിറ്റൽ നമുക്ക് റിസ്കിലാണ് അവിടെ ഉള്ളത്. അപ്പോൾ നമ്മൾ ഉള്ള ക്യാപിറ്റലിനെ കൂടുതൽ പൊസിഷനുകൾ എടുക്കാതെ കുറഞ്ഞ രീതിയിൽ ചെറിയ ചെറിയ ട്രേഡുകൾ ചെയ്തുകൊണ്ട് നമ്മൾ മാർക്കറ്റിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഫസ്റ്റ് ബിഗിനിങ്ങിൽ ഇതെല്ലാം പഠിച്ചെടുക്കാനായിട്ട്. തുടക്കത്തിൽ വലിയ ക്യാപിറ്റൽ കൊണ്ടുവരുമ്പോൾ നമുക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് കുറവുള്ളത് കാരണം നമ്മൾ വലിയ ട്രേഡുകൾ എടുക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മളിത് പഠിക്കുക എന്നുള്ളൊരു മെന്റാലിറ്റിയോടെ കൂടിയിട്ട് നമുക്ക് 6 മന്തോ അല്ലെങ്കിൽ ഒരു 1 ഇയർ ഒക്കെ ഈ ട്രേഡിങ് നടത്തിക്കൊണ്ട് പോകേണ്ടി വരും. എന്നേ ശേഷമായിരിക്കും ചിലപ്പോൾ അതിനൊരു പ്രോഫിറ്റ് ആയിട്ട് കിട്ടുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റിനകത്ത് ഒരു പ്രോബബിലിറ്റി ഔട്ട്കത്തിന്റെ ഒരു ഇതുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലായ്പ്പോഴും പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കില്ല. ഇതിനകത്ത് ലോസും വരുന്നു, പ്രോഫിറ്റും വരുന്നു. ഒരാൾ എപ്പോഴാണ് ഒരു പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ലോസ് മിനിമൈസ് ചെയ്ത് പ്രോഫിറ്റ് കൂടുന്ന സമയത്താണ്. അല്ലാതെ ഫുൾ ടൈം പ്രോഫിറ്റ് ആയിക്കൊണ്ടായിരിക്കില്ല അവര് പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നത്. അവർക്കും ലോസുകൾ ഉണ്ടാവും. ലോസ് പക്ഷെ മിനിമൈസ് ചെയ്തിട്ടുണ്ടാവാം. വലിയ വലിയ ലോസുകൾ എടുത്തിട്ടുണ്ടാവില്ല. അതുപോലെ ചെറിയ ലോസുകളും പിന്നെ ഒരു ഡീസെന്റ് ആയിട്ടുള്ള പ്രോഫിറ്റുകളും വരുന്ന സമയത്താണ് അവര് ഇതിൽ പ്രോഫിറ്റബിൾ ട്രേഡർ ആവുന്നത്. കൂടുതലായി നമ്മൾ ഇതിൽ ഫോക്കസ് ചെയ്യേണ്ടത്, നമ്മൾ ഇതിൽ പഠിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഷെയറിൽ ട്രേഡ് ചെയ്ത് പഠിച്ചാൽ മാത്രമേ നമുക്കൊരു നല്ലൊരു ട്രേഡർ ആയിട്ട് മാറാൻ സാധിക്കുള്ളൂ. നമ്മൾ ഒരുപക്ഷെ ബുക്സുകൾ കുറേ വായിച്ചതുകൊണ്ട് നമുക്ക് ട്രേഡിങ്ങിന്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് കിട്ടില്ല.
അപ്പോൾ ഇതിൽ ട്രേഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ട്രേഡിംഗ് എക്സ്പീരിയൻസ് കിട്ടുള്ളൂ. അതിനായി ഒരു ഡീസന്റ് ക്യാപിറ്റൽ കൊണ്ടുവന്നുകൊണ്ട് നമ്മൾ മാർക്കറ്റിനകത്ത് ചെറിയ ചെറിയ ട്രേഡുകൾ എടുത്തുകൊണ്ട് അതിൽ നിന്ന് ചെറിയ പ്രോഫിറ്റോ അല്ലെങ്കിൽ ചെറിയ ലോസോ ഒക്കെ എടുത്തുകൊണ്ട് കൂടുതൽ കാലം നമ്മളിത് പഠിച്ചെടുത്താൽ മാത്രമേ നമുക്ക് അതിനൊരു ആ സ്കില്ലിനെ ആർജിച്ചെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ.